Good afternoon. Good afternoon, Miss. Can you hear me? Yes. Okay, thank you. Ipra, can you see me? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Yes. Ipra, where are you? Where are you? മിസ് ഞാൻ നാട്ടിലേക്ക് 18 വർഷമായി. 18 വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ എവിടെയാണ്? ദുബായില? എവിടെയാണ്? ഷാർജ? എവിടെയാ? ഷാർജയില്. ഷാർജയില്. നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്. നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു കുട്ടിയേ ഉള്ളോ? ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ലോ? ആര് കേറിയിട്ടുണ്ടായിരുന്നില്ല ഇത്ര നേരം? ഇപ്ര കുട്ടികൾ ഉണ്ടായിരുന്നു തോന്നി. എല്ലാരും എവിടെ പോയി? ആരും കേറിയിട്ടില്ല മിസ്. കേറിയിട്ടില്ല അല്ലേ? മോളുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടട്ടെ. Then take your textbook. നമ്മളെ ആ പാഠഭാഗത്തില് എവിടെ വരെ എടുത്തു? പേജ് നമ്പർ 52 വരെ എടുത്തിട്ടുള്ളത്. तुम बंधेगा करते हुए चूहे आपस में लड़ने लगे. इस लड़ाई को देखकर चूहा नंबर 18, 19 और 20 ने सबको चुप होने का संकेत किया. सभी चूहों ने शांत होकर एक योजना बनाई. എന്താണ് അവിടെ? നമ്മുടെ നേതാ ബില്ലി 16, 17 നമ്പർ കെ ചൂഹെ അവര് നല്ല ഈ കാര്യം പൂച്ചയുടെ കഴുത്തിൽ നമുക്കൊരു മണി കെട്ടാം എന്ന കാര്യം കേട്ടപ്പോ തന്നെ അവര് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ അവര് പറഞ്ഞു എന്താണ്? നേതാ ചൂഹ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ അധികം സന്തോഷിക്കണ്ട, ഇവിടെ ഈ പ്രശ്നം എന്താണ്? പൂച്ചയുടെ കഴുത്തിൽ ആരും ഖണ്ഡി ബെല്ല് കെട്ടും, അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അത് കേട്ടപ്പോ നിങ്ങൾ കെട്ടുവോ അല്ലെങ്കിൽ ഞാൻ കെട്ടാന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാൻ, അല്ല നീ കെട്ടുവോ എന്ന് ഇങ്ങനെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. 18, 19 और 20 ने सबको चुप होने का संकेत किया. അപ്പൊ അവര് എന്താണ്? 18, 19, 20 18, 19, 20 ഈ നമ്പറിലുള്ള പീസ്, ആ നമ്പറിൽ ഇരിക്കുന്ന ചൂഹ എന്ത് ചെയ്തു? അവര് സൈലന്റ് ആയിട്ട് ഇങ്ങനെ സങ്കേത് കിയ. എന്താണ്? അവര് ഒരു
സൈലന്റ് ആയിട്ട് അവരിങ്ങനെ എന്താണ് ഇതിന്റെ സൂത്രം കണ്ടുപിടിക്കുകയാണ്. എന്താണ് സഭി ചൂഹോനെ ശാന്ത് ഹോക്കർ ഏക്ക് യോജന ബനായി. എല്ലാവരും നല്ല ശാന്തരായിട്ട് ഇരുന്നിട്ട് എന്താണ് അതിനൊരു ഐഡിയ ഉണ്ടാക്കാൻ നോക്കി. ക്യാൻ യു ഹിയർ മീ? നെക്സ്റ്റ് പേജ് നമ്പർ 53 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യോജനയ്ക്ക് അനുസാർ ദോ ചൂഹെ ആവാസ് ബദൽക്കർ जोर जोर से बात करने लगे. जो कोई आंखें बंद करेगा उसके सामने दूध मलाई का कटोरा जाएगा. എന്താണ് അവിടെ അവര് ട്രിക്ക് എടുത്തത്? അതായത് നമ്മളെ ഈ പദ്ധതി അനുസരിച്ച് എലികള് രഹസ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ്? നമ്മള് കണ്ണടച്ചിരിക്കുമ്പോ നമ്മുടെ മുമ്പില് ദൂതും അതുപോലെ അതിന്റെ ക്രീമും വരും. അപ്പൊ അത് കഴിക്കുന്ന ആ ഒരു ഇത് ഇമാജിൻ ചെയ്യണം അല്ലെ? നമ്മുടെ കണ്ണടച്ചിരിക്കുമ്പോ നമുക്ക് നമ്മുടെ മുമ്പില് ഫുഡ് എത്തുന്ന പറഞ്ഞത് ദൂതും മിൽക്ക് ക്രീമും മുമ്പിലെത്തുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അവര് സൈലന്റ് ആയിട്ട് ഒരു സൂത്രം ഒപ്പിച്ചതാണത്. ബില്ലി ചിപ്കർ ഉൻകി ബാത്തെ സുൻ രഹി തി. പൂച്ച എന്ത് ചെയ്തു? മിണ്ടാതെ അവര് പറയുന്ന നോക്കി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എവിടെയാണ്? ആ പിക്ചർ എവിടെയോ ഉണ്ടല്ലോ. ഇവിടെയുണ്ട്. ഇത് കണ്ടോ? അത് പിക്ചർ എവിടെയോ ഉണ്ടല്ലോ. അത് ചൂഹ ഒളിച്ചിരുന്ന് കേൾക്കുന്ന എവിടെയില്ലേ? ഇവിടെയുണ്ട്. ഇത് കണ്ടോ? ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അതിലുണ്ടോ? ബില്ലി അല്ലേ പുറത്തിരിക്കുന്നത്? അതെ. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ബില്ലി സൈലന്റ് ആയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു അവരെന്താ സൂത്രം പ്രയോഗിക്കുന്നതെന്ന്. ഇത് സുനത്തെ ഹി ബില്ലിനെ അപ്പനി ആംഖേം ബന്ധിക്കി അവർ കൽപ്പന करने लगी कि वह दूध मलाई खा रही है. ഇത് കേട്ടിട്ട് അവര് രഹസ്യമായിട്ട് പറയുന്ന കാര്യം നമ്മുടെ ബില്ലി സൂത്രത്തിൽ കേട്ടു. എന്നിട്ടോ എന്ത് ചെയ്തു? ബില്ലി അവിടെ കണ്ണു അടച്ച് അവിടെ സങ്കല്പിക്കാൻ തുടങ്ങി. എന്താണ്? കൽപ്പന കർണലേക്ക് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടോ? ഇമാജിൻ ചെയ്യുന്ന പിക്ചറാണിത്. അപ്പൊ അവിടെ കണ്ണടച്ച് കിടന്നുകൊണ്ട് പാലും ക്രീമും അവിടെ വരുന്നതായിട്ട് അത് ഇമാജിൻ ചെയ്തു. നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടി. നമ്മൾ ചിന്തിക്കാറില്ല അതുപോലെ? എന്റെ മുമ്പില് ആ മിഠായി ഒക്കെ കടിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ചിന്തിക്കും അല്ലെ? എന്താണ്? ബില്ലി की आंखें बंद देख चूहों ने चुपके से बिल्ली के गले में कंडी बांध दी. ബില്ലി ഇങ്ങനെ കണ്ണടച്ച് പാല് കുടിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ചൂഹ എന്ത് ചെയ്തു? എലി പോയിട്ട് അതിന്റെ കഴുത്തില് ഗളയമേ കണ്ടി ബാന്ധി, കഴുത്തില് മണി കെട്ടി അല്ലേ? യെസ്. ഗളയമേ खंडी बात दी. बिल्ली के हिलते ही खंडी बजी और बिल्ली को सारी बात समझ में आ गई. എന്താണ്? ബില്ലി എന്നിട്ട് ആ ഇമാജിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലി എഴുന്നേറ്റ് നടക്കുമ്പോ അവന് പറ്റിയ അബദ്ധം മനസ്സിലായി. എന്താണ്? വഹ അപ്പനെ ലാലച്ചിപ്പർ പച്ചനാത്തല്ലി. അവൻ നടക്കുമ്പോ എലികളൊക്കെ ഓടാൻ തുടങ്ങി. എന്താണ്? എലിക്ക് മനസ്സിലായി ബില്ലി അവിടുന്ന് വരുന്നുണ്ടെന്നല്ലേ? ചൂഹെ ഓടാൻ തുടങ്ങി. അപ്പോ ബില്ലിക്ക് മനസ്സിലായി ഞാൻ നടക്കുമ്പോ എന്റെ സൗണ്ട്, ബെല്ലിന്റെ സൗണ്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഓടി ഒളിക്കുകയാണ്. അപ്പൊ ഒന്നിനെയും തിന്നാൻ പറ്റുന്നില്ല അല്ലെ? കിട്ടുന്നില്ല. വഹ അപ്പനെ ലാലിച്ചപ്പോ പച്ചനാത്തേലേക്ക് ലാലിച്ച് അവരെന്ത് ബില്ലി എന്ത് പറഞ്ഞു? ബില്ലിക്ക് മനസ്സിലായി അവന്റെ അബദ്ധം മനസ്സിലായി. എന്നിട്ടോ അവന്റെ ലാലച്ച് എന്ന് പറഞ്ഞ എന്താണ്? അത്യാഗ്രഹമാണ്. ലാലച്ചക്ക് കാരണം ഉസ്കോ ദൂത് മലായി ഭി നഹീ മിലി और चूहों को खाने का रास्ता भी बंद हो गया. അപ്പൊ അവന്റെ അത്യാഗ്രഹം കൊണ്ട് അവന് എന്താണ്? ദൂതും കിട്ടിയില്ല, മലായി ക്രീമും കിട്ടിയില്ല, ഒന്നും കിട്ടാതെ അവൻ വിശന്ന് പൊരിയാൻ തുടങ്ങി. അതായത് ഇപ്പം എലികളെയും കിട്ടില്ല, അതുപോലെ മിൽക്ക് കിട്ടില്ല. എന്തുകൊണ്ടാ? അവന്റെ അത്യാഗ്രഹം കൊണ്ടാ അല്ലെ? परेशान बिल्ली चुपचाप उस घर से चली गई और चूहे फिर से आजादी से रहने लगे. അവസാനം എന്ത് ചെയ്തു? നമ്മുടെ ബില്ലി വിഷമിച്ചുകൊണ്ട് മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എലികളോ? ചൂഹെ ഫിർ സെ ആസാദി സെ രഹ്നെ. ആസാദി പറഞ്ഞ എന്താണ്?
സ്വാതന്ത്ര്യം. എലി ചൂഹ നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി വീണ്ടും അവിടെ താമസിക്കാൻ തുടങ്ങി. Take page number 54. Take page number 54. ശബ്ദാർത്ഥ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഖബരായെ, ഡരെ നെർവസ് പേടി, ഉപായ് തരീക വിധി, ഉപായം സൂത്ര ട്രിക്ക്, സഭ ബൈഠക് മീറ്റിംഗ്. നമ്മൾ സഭ കൂടുക പറഞ്ഞ എന്താണ്? മീറ്റിംഗ് കൂടുക. നേതാ നായകൻ. ആരാണ് നേതാ എന്ന് പറഞ്ഞാല്? നേതാവ് അല്ലെ, ലീഡർ. സാവധാൻ സജേത്, കൽപ്പന സോച്ച് ഇമാജിനേഷൻ, ലാലച്ച് ലോഭ് ഗ്രീഡ്, ആസാദി മുക്തി ഫ്രീഡം സ്വാതന്ത്ര്യം. അപ്പൊ ഈ ശബ്ദാർത്ഥം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. നെക്സ്റ്റ് സമാനാർത്ഥി ശബ്ദ. ഖബരായെ ഭയഭീത്, जान प्राण, खोजना टूटना, गला खंड खंड, सावधान सजेद, लड़ाई झगड़ा. ചകട് ലഡായി എന്ന് പറഞ്ഞാൽ എന്താണ്? ചകട എന്താണ്? പെട്ടെന്ന് ചിതറി ഓടുന്നതിനാ പറയാ. അപ്പൊ എന്താണ് സമാനാർത്ഥി ശബ്ദം? മീൻസ് സിനോണിംസ്, ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. അപ്പൊ അതും കൂടി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും വാട്സപ്പിൽ സെൻഡ് ചെയ്യില്ല, നിങ്ങൾ തന്നെ അത് എഴുതിയെടുക്കണം. ടെക്സ്റ്റ് ബുക്ക് അത് അതുപോലെ എടുത്ത് എഴുതുക വേണ്ടത്. നെക്സ്റ്റ് മുഹാവര. എന്താണ്? പഴഞ്ചൊല്ലി വാക്യത്തെ പ്രയോഗിക്കാന്നൊക്കെ പറയും കേട്ടോ. മൂഹുമേ പാനി ആന. എന്താണ് മൂഹുമേ പാനി ആന എന്ന് പറഞ്ഞാല്? ടെസ, മൂഹുമേ പാനി ആന പറഞ്ഞാല് വായില് വെള്ളം വരുന്നു. വായില് വെള്ളം ഊറുക എന്നാണ് മൂഹുമേ പാനി ആന പറഞ്ഞത്. കിസി വസ്തുക്കോ പാനേക്ക് ഇച്ഛാസെ ലൽച്ചാന. ഏതെങ്കിലും ഒരു സാധനം കാണുമ്പോൾ നമ്മുടെ വായില് വെള്ളം ഊറും അല്ലെ. നമുക്ക് നല്ലൊരു മധുര പലഹാരം മുമ്പിൽ കൊണ്ടുവച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്ക് വായില് വെള്ളം വരും അല്ലെ. അതാണ് ഹഗദട് മച്ചിന. എന്താണ്? അച്ചാനക്ക് പൈസ ഇതർ ഉദർ ഭാഗന. അതായത് നമ്മളെ എന്തെങ്കിലും കണ്ടിട്ട് പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടില്ലേ, അതാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഒരു ചൂഹേനെ കണ്ടാലും അങ്ങനെയല്ലേ വീട്ടില്? ഞാനൊക്കെ എങ്ങനെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതിനെ കൊല്ലാനൊന്നും പറ്റില്ല നമ്മളെ കൊണ്ട്. നമ്മൾ പേടിച്ച് ചിലപ്പോ കട്ടിലിന്റെ മുകളിലൊക്കെ കയറി നിൽക്കും. അങ്ങനെയൊക്കെയാണ്. നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ അത് മുഹാവര നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതിക്കോ. 3 കാര്യം ഇപ്പൊ ഇന്ന് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ശ്രുതിലേഖാണ്. ശ്രുതിലേഖ് എന്ന് പറഞ്ഞ ഡിക്റ്റേഷൻ. ആ വേർഡ്സ് നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. അത് നോട്ട് ബുക്കിലേക്ക് എഴുതണമെന്നില്ല, നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കാം. ഭഗദട്, മൂഹ്, ഗ്യാരഹ്, പന്ത്രഹ്, സാവധാൻ, സത്രഹ്, 19. All of you study these words. Write 5 times each one. റഫ് നോട്ടിൽ എഴുതിയാൽ മതി കേട്ടോ. മൗഖിക പ്രശ്നം കണ്ടോ അവിടെ? പ്രശ്നമൊക്കെ ഉത്തർ ബതാവോട് ചോദ്യത്തിന്റെ ആൻസർ പറയാനാ പറഞ്ഞത്. घर में कितने चूहे रहते थे? അപ്പള घर में कितने चूहे रहते थे? വീട്ടിൽ എത്ര എലികൾ താമസിച്ചിരുന്നു? അനേക്. അനേക് എന്നല്ല, നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. 20 चूहे. ओके. एक दिन घर में कौन आ गई? एक दिन घर में कौन आ गई? ആരാണ് ആൻസർ? ഒരു ദിവസം വീട്ടിലേക്ക് ആരാ കയറി വന്നത്? അന്ന. बिल से बाहर देखकर बिल्ली क्या करती थी? ചൂഹ, അതായത് അവര് ചൂഹ പുറത്തോട്ട് വരുമ്പോ എന്താണ് ചെയ്തത്? എലികളൊക്കെ പുറത്തോട്ട് വരുമ്പോ എന്താണ് ചെയ്തത്? അതിനെ കൊന്നു തിന്നുവല്ലേ ഇതേ?
എന്താണ് ചൂഹോം കോ ബിൽ സെ ബാഹർ ദേഖ്കർ ബില്ലി മാർക്കർ ഖാ ജാതി ഥി. അതിനെ കൊന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. ഓരോ എലികളും പുറത്തോട്ട് വരുമ്പോ അതിനെ പിടിച്ച് തിന്നുമായിരുന്നു. പേജ് നമ്പർ 55. ഇവിടെ ലിഖിത് പ്രശ്നം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏക് വാക്യമേ ഉത്തർ ലിഖോ കിസ്നെ കിസ്സെ കഹ. ഇത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നതാണ് ക്വസ്റ്റ്യന്റെ ആൻസർ. അത് നോക്കി എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഉൾട്ടെ അർത്ഥേ വാലെ ശബ്ദവും പർ ഗോള ലഗാവോ. എന്താണ് ഉൾട്ടെ അർത്ഥേ വാലെ എന്ന് പറഞ്ഞാല്? ഉൾട്ട ശബ്ദം മീൻസ് ഓപ്പോസിറ്റ് വേർഡ്. ഫസ്റ്റ് ഏക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് പറയുന്നത്? അപ്പള ക്രമം തെറ്റിച്ച് എഴുതുക. കേട്ടില്ല. വിപരീത പദം. വിപരീത പദം. അതെ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ ഓൾറെഡി ഗിവൺ. രണ്ടാമത്തെ നോക്കിയേ, ദിൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് രാത്ത്. നിങ്ങള് രാത്തോ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? സർക്കിൾ ചെയ്യുക. രാത്ത് എന്നുള്ളതിന് സർക്കിൾ ചെയ്യുക. ഹന്ന വർഗീസ്, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ബഡാ, ബഡാ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ചോട്ടായാണ്. ചോട്ട സർക്കിൾ ചെയ്യാ. ബാഹർ അന്തർ. സാവധാൻ എന്നുള്ളതിന് അസാവധാൻ. അസാവധാൻ എന്നുള്ളതിന് സർക്കിൾ ചെയ്യാം. ബാന്ധന, ഖോൽന. ബാന്ധന എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഖോൽന. ഫസ്റ്റ് വേർഡാണ് സർക്കിൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, അംഗ്രേജി ശബ്ദാംശം മിലാൻ കരോ അല്ലെ. ഇംഗ്ലീഷ് വേർഡ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ആരാം റെസ്റ്റ് ഓൾറെഡി ഗിവൺ. സഭ, സഭ എന്നുള്ളതിന്റെ അംഗ്രേജി നെയിം എന്താണ്? മീറ്റിംഗ്. മീറ്റിംഗ് എന്നുള്ളതിലോട്ട് മാച്ച് ചെയ്യാം. ആവാസ്, വോയിസ്. വോയിസിലോട്ട് മാച്ച് ചെയ്യാം. കൽപ്പന, ഇമാജിനേഷൻ. കൽപ്പന, ഇമാജിനേഷൻ. ദൂർ, ഫാർ. ലാസ്റ്റ് വേർഡ് ഫാർ. ആസാദി, ഫ്രീഡം. മാച്ച് ചെയ്യാം. നമ്പർ 3 ലിംഗ് ബദലം. എന്താണ്? നമ്മള് പുല്ലിംഗ് സ്ത്രീലിംഗ് പഠിച്ചു അല്ലെ. അതില് ഇവിടെ പുല്ലിംഗ് തന്നിട്ടുണ്ട്, അതിന്റെ സ്ത്രീലിംഗാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് വേർഡ് ഈസ് ബില്ലി. ബില്ലി ഈസ് പുല്ലിംഗ്. സ്ത്രീലിംഗ് ബിലാവ് അവിടെ തന്നിട്ടുണ്ട്. ചൂഹ എന്നുള്ളതിന്റെ ചുഹിയ. ഹൗ ക്യാൻ റൈറ്റ്? ചുഹിയ, ചുഹിയ. അന്ന, ആർ യു റൈറ്റ്? എഴുതുന്നുണ്ട് അവിടെ? നെക്സ്റ്റ് ഡേ നീ സ്കൂളിൽ എത്തുമ്പോ എഴുതിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്നെ. ക്ലാസ്സിൽ ഇരുത്തൂല ഞാൻ, ഉറപ്പാ. ബുക്ക് ഒന്നും കംപ്ലീറ്റ് അല്ലല്ലോ നിന്റെ. ചൂഹ എന്നുള്ളതിന്റെ പുല്ലിംഗ് വരുന്നത് ചുഹിയ. ചിട, ചിട എന്നുള്ളത് ചിടിയ. ചിടിയ. ചി ഡി യാ. എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് ഈ കീ മാത്രം കൊടുക്കേണ്ടത്. ചി ലെഫ്റ്റ് സൈഡിൽ ഈ കീ മാത്ര. ചായ എഴുതിയിട്ട് ഡാ എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ഈ കീ മാത്ര. ചിടിയ. ലാസ്റ്റ് വേർഡ് ഈസ് മോർ. മോർ എന്ന് പറഞ്ഞാൽ ആൺമയിലാണ്. പെൺമയിൽ എന്താ പറയാ? മോർണി. മോർണി. അപ്പൊ ലാസ്റ്റ് ഞായാണ്. ഞായ എഴുതിയിട്ട് ഈ കീ മാത്രം കൊടുക്കുക. മോർ നീ. താത്ത, താത്ത, നായില്ലേ? ആ നായാണ് എഴുതേണ്ടത്. മോർണി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ അത് ക്ലിയർ ചെയ്ത് തരാം. എഴുതി നിങ്ങൾ സെൻഡ് ചെയ്യണം, എന്നാലും എനിക്ക് ആ തെറ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. മോർണിംഗ്. ആൺമയിൽ പെൺമയിൽ പറഞ്ഞില്ലേ, അതാണ്. പേജ് നമ്പർ 56 നോക്കിയവർക്ക് 56 ചിത്ര ദേഖ്കർ ഉൻകാ സഹി വാക്യാംശ സെ മിലാൻ കരോ. അവിടെ ചിത്രം നോക്കിയിട്ട് ശരിയായ ആ വാക്യാംശ അത് മിലാൻ, സോറി
എന്താണ് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യാനാ പറയുന്നത്. ഫസ്റ്റ് വാക്യാംശം നോക്കിയോ, ഫ്രേസ് ആണുള്ളത്. നോക്കിയോ, അപ്രോപ്രിയേറ്റ് ഫ്രേസ്. ഉച്ചരു കൂത് കർണ, എന്താണ്? ഉത്സാഹത്തോടെ തുള്ളിച്ചാടുക. അങ്ങനെ ഒരു പിക്ചർ നിങ്ങൾ അവിടെ റൈറ്റിലോ ലെഫ്റ്റിലോ കാണുന്നുണ്ടോ? എലികൾ ഉത്സാഹത്തോടെ തുള്ളിച്ചാടുന്ന പിക്ചർ അതിനെ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? റെഡ് കളറില് റെഡ് ആരോ മാർക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് ഭഗതട് മച്ചിന. ഭഗതട് മച്ചിന എന്ന് പറഞ്ഞാല് ചിതറി ഓടുക എന്നാണ് അതിന്റെ മീനിങ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ പിക്ചേഴ്സില് എലികൾ ചിതറി ഓടുന്ന പിക്ചർ കാണുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ രണ്ടാമത്തതാണ്. റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ പിക്ചർ. ഓക്കെ. ആസാദി സേ രഹന, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക. അതെവിടെയാ കാണുന്നത് നിങ്ങള്? സ്വാതന്ത്ര്യത്തോടെ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റ് പിക്ചർ ആണ്. ബില്ലി കെ ഗളെ മേ ഖണ്ഡി ബാന്ധിന, പൂച്ചയുടെ കഴുത്തിൽ വെല്ലി കെട്ടുക, മണി കെട്ടുക. എവിടെയാണ്? റൈറ്റ് സൈഡിൽ ലാസ്റ്റ് പിക്ചർ. റൈറ്റ് സൈഡിൽ ലാസ്റ്റ് പിക്ചർ. കൽപ്പന കർണ അല്ലെ? കൽപ്പന കർണ പറഞ്ഞ സങ്കല്പിക്കുക എന്നാണ്, ഇമാജിനേഷൻ. എവിടെ നമ്മുടെ ബില്ലി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു പിക്ചർ കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് പിക്ചർ ആണ് അല്ലെ? യെസ്. യോജന ബനാന. എന്താണ് യോജന ബനാന പറഞ്ഞാല്? പദ്ധതികൾ തയ്യാറാക്കുക എന്നാണ് അതിന്റെ മീനിങ്. ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് പിക്ചർ ആണ്. എന്റെ ബുക്കിലുണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് കണ്ടില്ല, ഭയങ്കര കളർഫുൾ ആയിട്ട് ഒരു ക്ലിയർ ഇല്ല. എന്നിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന കുട്ടികളുടെ ബുക്ക് നോക്കിയപ്പോ എനിക്കത് ക്ലിയർ ആയി. അങ്ങനെ ഞാനത് മനസ്സിലാക്കി. ओके नेक्स्ट നോക്കിയേ रचनात्मक अभिव्यक्ति നോക്കിയേ चूहे का चित्र बनाकर उसके बारे में 3 रोचक बातें लिखो. അവിടെ നിങ്ങൾ ആ ബോക്സിനകത്ത് നിങ്ങൾ ഒരു ചൂഹയുടെ പിക്ചർ വരയ്ക്കുക. ഒരു പിക്ചർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ചാലും മതി. പക്ഷെ വരച്ചോ, നിങ്ങൾ നോക്കട്ടെ നിങ്ങൾക്ക് എലിനെ വരയ്ക്കാൻ അറിയാം. എന്നിട്ട് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതാനാ പറയുന്നത്. എന്താ എഴുതുക? എലിനെ കുറിച്ച്, ചൂഹനെ കുറിച്ച് എന്താ എഴുതാ? ചൂഹ നമുക്ക് ഇഷ്ടപ്പെട്ട അനിമലാണ് അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിയല്ലേ ചൂഹ. നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കടിച്ചു മുറിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതിനെ തന്നെ നമ്മൾ കൊല്ലില്ല, കെണി വെച്ച് പിടിക്കില്ല, ഇങ്ങനെയാണോ എഴുതണ്ടേ? അല്ല. ചൂഹ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അത് അതിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഫണ്ണാണ് അവിടെ. എന്നാലും നിങ്ങൾ ചൂഹയുടെ പിക്ചറോ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കോ അവിടെ ചെയ്യണം. പിക്ചർ ഒട്ടിക്കോ അല്ലെങ്കിൽ വരയ്ക്കോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് വേണം. ഒന്നാമത്തെ പോട്ടെ, ചൂഹെ ബില്ലി की कहानी या कविता दादा दादी से सुनकर याद करो और कक्षा में सुनाओ. അതായത് ചൂഹനെ കുറിച്ചും ബില്ലിനെ കുറിച്ചുള്ള കഥ അല്ലേ, പൂച്ചയും എലിയും ഇല്ലേ, അതിനെ കുറിച്ചുള്ള കഥ നിങ്ങൾ അച്ഛനോടോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിനോട് ചോദിച്ച് ആ കഥ കേട്ട് അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കണം എന്നാ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. താഴത്തെ കണ്ടോ നിങ്ങൾ? ഹിബി ജാനോ ചൂഹെ ജബ് ഖുശ് ഹോത്തെ ഹെ ഔർ ഖേൽ രഹെ ഹോത്തെ ഹെ തബ് ഹംസ്മുഖ് ആവാസ് കർത്തെ ഹെ ജോ സുനനെ മേ ഹംസി ജൈസി ഹോത്തി ഹെ. എന്താ ഇവിടെ പറയുന്നേ? അത് നിങ്ങൾക്ക് വെറുതെ ഒരു ഫണ്ണ. ഈ എലികള് തുള്ളിച്ചാടി പോകുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തട്ടും പുറത്തുനിന്ന്. അപ്പൊ അവരുണ്ടാക്കുന്ന സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും അവര്. അപ്പൊ അവര് സൗണ്ട് ഉണ്ടാക്കുമ്പോ ചിലപ്പോ അവര് നമ്മൾ ചിരിക്കുന്ന പോലത്തെ സൗണ്ട് അവരുണ്ടാക്കുന്ന പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. കുറെ എലികൾ എനിക്ക് പേടിയാവല. അതെ, രാത്രിക്കൊക്കെ എന്തൊക്കെ സൗണ്ടാ കേൾക്കുന്നല്ലേ? മിസ്സിന് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീന്റെ മുകളിൽ അവരുടെ പണി. എപ്പൊ നോക്കുമ്പോ അത് കടിച്ചു മുറിച്ച് അതിനെ നാശകോശാക്കുക എന്നാണ് ഏറ്റവും വലിയ പണി അവർക്ക്. ഇപ്പൊ എപ്പോ സൗണ്ട് കേൾക്കാം, കടിപിടി കൂടുന്ന സൗണ്ട് കേൾക്കാം, തുള്ളിച്ചാടുന്ന സൗണ്ട് കേൾക്കാം. അവരിപ്പോ എലിക്കണിയിലൊന്നും വീഴുന്നില്ല. അവരൊക്കെ നല്ല ബുദ്ധിജീവികളായി തോന്നുന്നു. അവർ പറ്റിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് ഇത്രയാണ് ലെസൺ വേണ്ടത് എക്സാമിന്. ക്ലാസ് ഈസ് ഓവർ. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് റിവിഷൻ ആണ്.
പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ക്ലാസ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്ത് തരാം. അതുപോലെ നോട്ട് ബുക്ക് പകർത്തി എഴുതുക. നമ്മൾക്ക് കൂടുതലായിട്ട് പാഠഭാഗങ്ങൾ വായിക്കണം, ക്വസ്റ്റ്യന്റെ ആൻസർ പഠിക്കണം, ഇതൊക്കെയാണ്. നമുക്ക് സിലബസിന് ഈ എക്സാമിന് വേണ്ട സിലബസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ. ഓഫ്ലൈനും ഓൺലൈനും കൂടി ആകുമ്പോൾ മിസ് നല്ല നോട്ട് പേരുണ്ട്.